ഡയറി ഫാമിലേക്ക് വേണ്ടിയിട്ട് വരുന്ന കുറച്ച് മെഷീനറികൾ നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ആദ്യമായിട്ട് ഇതൊരു മിൽക്കിംഗ് മെഷീനാണ്, നാനോ മോഡൽ മിൽക്കിംഗ് മെഷീനാണ്. ഇത് 3/4 HP മോട്ടർ വരുന്ന 20 ലിറ്റർ ബക്കറ്റും വരുന്ന ഒരു പൾസേറ്ററൊക്കെ കൂടിയിട്ട് വരുന്ന ഒരു മിൽക്കിംഗ് മെഷീനാണ്. ഇതിൻ്റെ പ്രൈസ് 19,500 രൂപയാണ്. 3 വർഷമാണ് ഈ ഒരു മെഷീന് വാറണ്ടി വരുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഒരു 15 പശുക്കൾ വരുന്ന ഫാമുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മിൽക്കിംഗ് മെഷീനാണ്. ഇത് 250 LPM വാക്വം പമ്പും 3/4 HP മോട്ടറുമാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ വില 27,650 രൂപയാണ്. ഈ ഒരു മെഷീൻ നമുക്ക് പെട്രോൾ എഞ്ചിനിലും വർക്ക് ചെയ്യിപ്പിക്കാം, അതുപോലെ തന്നെ ഇൻവേർട്ടറിലും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. 15 പശുവിനെ കറക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഫിക്സഡ് ടൈപ്പ് മിൽക്കിംഗ് മെഷീനാണിത്. ഇതിൻ്റെ ഈ ഒരു മെഷീൻ്റെ വില വരുന്നത് നമുക്ക് 37,650 രൂപയാണ് മിൽക്കിംഗ് മെഷീൻ മാത്രമായിട്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു പെട്രോൾ എഞ്ചിനൂടെ നമുക്ക് ആഡ് ചെയ്തുകയാണെങ്കിൽ 48,810 രൂപയാണ്. പിന്നെ നമുക്ക് പ്രഷർ വാഷോടെ കൂടി നമുക്ക് 56,810 രൂപയാണ്. ഈ ഒരു കംപ്ലീറ്റ് ഒരു കോംബോ മെഷീന് വരുന്ന റേറ്റ് വരുന്നത് 56,810 രൂപയാണ്. ഇതൊരു നമുക്ക് 50 പശുക്കൾ വരെ വരുന്ന ഫാമിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെഷീനാണ്. ഇതിൽ നമുക്ക് 3 ബക്കറ്റ് വരെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ്. ഇതൊരു 1 HP ഹെവി ഡ്യൂട്ടി മിൽക്കിംഗ് മെഷീനാണ്. മോണോ ബ്ലോക്ക് പമ്പ് വരുന്ന മിൽക്കിംഗ് മെഷീനാണ്. ഇത് നമുക്കൊരു 3 ബക്കറ്റ് വരെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. ഇതിൻ്റെ വില വരുന്നത് 58,810 രൂപയാണ്. ഇനി നമുക്ക് കുറച്ച് ഷാഫ് കട്ടറുകൾ പരിചയപ്പെടാം. നമുക്ക് ഇത് ചെറിയൊരു മോഡൽ ഷാഫ് കട്ടറാണ്. നമുക്ക് ഇതിൻ്റെ വില വരുന്നത് 22,600 രൂപയാണ്. 4 ബ്ലേഡാണ് ഇതിന് വരുന്നത്. ഒരു മണിക്കൂറിൽ 1000 കിലോയാണ് നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ളത്. 3 HP മോട്ടറാണ്. അതുപോലെ തന്നെ 3 HP മോട്ടർ തന്നെ വരുന്ന വേറെ കുറച്ചുകൂടെ ഹെവി ഡ്യൂട്ടി മെഷീനാണിത്. ഇത് 25,600 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. 3 HP മോട്ടർ. പിന്നെ ഇതിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കട്ടിങ് സൈസ് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന മോഡലാണ്. അതുപോലെ തന്നെ നമുക്കിത് പൈനാപ്പിൾ ലീഫൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. നമുക്ക് പൈനാപ്പിൾ ലീഫ്, വാഴയുടെ തണ്ട്, പുല്ല്, ചോളം എല്ലാം നമുക്ക് ഇതിൽ കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു മെഷീൻ്റെ വില വരുന്നത് 26,900 ആണ്. ഇതിന് മോട്ടർ 3 HP മോട്ടറാണ് വരുന്നത്. തന്നെ ഇതൊരു ഹെവി ഡ്യൂട്ടി ഷാഫ് കട്ടറാണ്. ഇതിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു ലിവറിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ഇതിൽ നമുക്ക് മണിക്കൂറിൽ 1000 കിലോ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ പൈനാപ്പിൾ ലീഫും കട്ട് ചെയ്യാൻ പറ്റും. പൈനാപ്പിൾ ലീഫ് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈ സ്പീഡ് മെഷീനാണിത്. ഇതിൻ്റെ വില വരുന്നത് 42,900 രൂപയാണ് ഇതിന് വില വരുന്നത്. ബ്ലോവർ ടൈപ്പാണ് ഈ ഒരു മെഷീൻ വരുന്നത്. അപ്പോൾ നമുക്ക് 2 സൈഡിൽ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മുകളുടെ ഭാഗത്തൂടെ ഉണ്ട്, അതുപോലെ താഴ്ഭാഗത്തൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബ്ലോവർ ടൈപ്പ് ഷാഫ് കട്ടറാണ്. ഇത് ഹെവി ഡ്യൂട്ടി ഷാഫ് കട്ടർ ആണ്. ഇതിൽ ഇത് ബ്ലോവർ ടൈപ്പാണ്. നമുക്ക് വണ്ടിയിലേക്കും ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മോഡൽ മെഷീനാണിത്. 5 HP 3 ഫേസ് മോട്ടറാണ് ഈ ഒരു മെഷീൻ വരുന്നത്. ഇത് 3 റോളറും 2 ബ്ലേഡുമാണ് ഈ ഒരു മെഷീനിൽ വരുന്നത്. അതായത് ഹൈ സ്പീഡാണ്. മണിക്കൂറിൽ 2000 കിലോയാണ് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നത്. ഇത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സെയിം മോഡൽ തന്നെയാണ് ഈ ഒരു മെഷീൻ വരുന്നത്. ഇതിന് 52,900 രൂപയാണ് GST എല്ലാം ഉൾപ്പെടെയുള്ള പ്രൈസ് വരുന്നത്. അടുത്തതായി നമുക്ക് ചാണകത്തിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് മെഷീനുകൾ പരിചയപ്പെടാം. ഇത് കൗഡങ് പൾവറൈസറാണ്. ഇതിൽ നമുക്ക് ഉണക്ക ചാണകം പൊടിക്കാനായിട്ട് പറ്റും. ഫുഡ് വേസ്റ്റുകൾ പൊടിക്കാൻ പറ്റും. കക്ക, അതായത് ഡ്രൈ ആയിട്ടുള്ള കട്ടിയുള്ള എല്ലാം നമുക്ക് ഇതിൽ പൊടിക്കാനായിട്ട് പറ്റുന്ന ഒരു മെഷീനാണ്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 82,600 രൂപയാണ്. ഈ ഒരു മെഷീൻ നമുക്ക് കൗഡങ് ലോഗ് മേക്കിംഗ് മെഷീനാണ്. അതായത് ചാണകം വെച്ചിട്ട് നമുക്ക് വിറകുണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു മെഷീനാണ്. ഇത് നമുക്ക് പല സൈസിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സ്ക്വയർ ഉണ്ട്, റൗണ്ട് ഉണ്ട്. അതുപോലെ നമുക്ക് റൗണ്ടിൽ തന്നെ ചെറിയൊരു സൈസും, അതായത് നമുക്ക് ചെറിയ കമ്പുകൾ വരുന്ന സൈസിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ ഒരു മെഷീൻ്റെ വില വരുന്നത് 85,000 രൂപയാണ്. ഇത് വന്നിട്ട് കൗഡങ് ഡീവാട്ടറിംഗ് മെഷീനാണ്. നമുക്ക് ചാണകം ഉണക്കിയെടുക്കാനായിട്ട്, അതായത് നമുക്ക് വെള്ളത്തോടുകൂടി കിടക്കുന്ന സ്ലറി ആയിട്ടുള്ള, ഇപ്പോൾ മഴക്കാലത്തൊക്കെ നമുക്ക് ചാണകം ഉണക്കി മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു മെഷീനാണ്. ഈ ഒരു മെഷീൻ്റെ മോട്ടർ വരുന്നത് 3 HP മോട്ടറാണ്. സിംഗിൾ ഫേസിലും 3 ഫേസിലും അവൈലബിൾ ആണ്. ഇത് തന്നെ ഇതിൻ്റെ 5 HP നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ വില വരുന്നത് 2,12,800 രൂപയാണ് GST ഉൾപ്പെടെ വരുന്ന പ്രൈസ്. ഇത് നമുക്ക് മാനുവലായിട്ട് ഈ ഒരു മെഷീനിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാതെ നമുക്ക് സ്ലറി പമ്പ് വെച്ചിട്ട് ഇതുപോലെ ഇത് 2 ഓപ്ഷൻ അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഹോസ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ മെഷീനിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. അടുത്തായിട്ട് ഇത് മിൽക്ക് പാക്കിംഗ് മെഷീനാണ്. നമുക്ക് മാനുവലായിട്ട് പാല് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ്. അപ്പോൾ ഇത് ഇതിൽ ഫണലാണ്. നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് നമുക്ക് ഇതിലേക്ക് അളന്നൊഴിച്ച് കൊടുത്തിട്ട് പിന്നെ താഴെ ഒരു പെഡലാണ് വരുന്നത്. പെഡലിൽ നമ്മൾ കാലും കൊണ്ട് ചവിട്ടി സീൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊരു സെമി ഓട്ടോമാറ്റിക് ഫില്ലിംഗ് മെഷീനാണ്. ഇതിനകത്ത് സീലിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ ഫില്ലിങ്ങും ഉണ്ട്.
രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെമി ഓട്ടോമാറ്റിക് മെഷീനാണ് ഇത് വരുന്നത്. ഈ രീതിയിലാണ് ഒരു പാക്കറ്റ് നമുക്ക് സീൽ ചെയ്ത് കട്ട് ചെയ്ത് കിട്ടുന്നത്. ഇത് ഗീ മേക്കിംഗ് മെഷീനാണ്. നമുക്കിതിൽ ഗ്യാസ് വെച്ചിട്ട്, അതായത് LPG വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മളിത് ചൂടാക്കാൻ, പാല് ചൂടാക്കാനും അതുപോലെ തന്നെ നെയ്യ് ഒരുക്കാൻ, പേട ഉണ്ടാക്കാൻ, കോവ അല്ലെങ്കിൽ പനീർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഒരു മെഷീൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ അലുവ, ഇപ്പം മാവ് കുഴയ്ക്കാൻ, അങ്ങനെയൊക്കെ ഉള്ള മിക്സ് ചെയ്യാനുള്ള എല്ലാ ഉപയോഗങ്ങൾക്കെല്ലാം നമുക്ക് ഈ ഒരു മെഷീൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അടുത്തായിട്ട് ക്രീം സെപ്പറേറ്റർ ആണ്. നമുക്ക് പാലിൽ നിന്നും ക്രീം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു മെഷീനാണിത്. ഇത് നമുക്ക് മണിക്കൂറിൽ 60 ലിറ്റർ മുതൽ മുകളിലേക്കാണ്. അപ്പോൾ എൻ്റെ പേരിൽ വരുമ്പോൾ 165 ലിറ്ററിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ 300 ലിറ്ററിൻ്റെ നമുക്ക് അവൈലബിൾ ആണ്. അടുത്തായിട്ട് ഇത് പനീർ പ്രസ്സാണ്. നമുക്ക് പനീർ ഉണ്ടാക്കിയതിന് ശേഷം പ്രസ് ചെയ്തതിനകത്തിലെ ജലാംശം കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു പനീർ പ്രസ്സാണ്, മാനുവൽ പനീർ പ്രസ്സാണ്. അടുത്തായിട്ട് ഇത് സ്റ്റിച്ചിങ് മെഷീനാണ്. നമുക്ക് ബാഗ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാലിത്തീറ്റയൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി വരുന്ന ഒരു മെഷീനാണ്, ഇലക്ട്രിക്കാണ്. അടുത്തായിട്ട് ഒരു പ്രഷർ വാഷറാണ്. ഇത് നമുക്ക് ചെറിയ ഫാമുകാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രഷർ വാഷറാണ്. ഇത് നമുക്ക് 90 ബാറാണ് ഇതിൻ്റെ പ്രഷർ വരുന്നത്. ഇത് കൗഡക് സ്ക്രാപ്പറാണ്. നമുക്ക് ചാണകം നമുക്ക് തൊഴുത്തിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ, അതായത് കോരി എടുക്കുന്നതിന് പകരം എളുപ്പത്തിൽ നീക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മെഷീനാണ്. അടുത്തായിട്ട് പെല്ലറ്റ് മേക്കിംഗ് മെഷീനാണ്. നമുക്കിത് പശുക്കൾക്ക് അതുപോലെ തന്നെ ആടുകൾക്ക്, കോഴികൾക്കും ഒക്കെ നമുക്ക് പെല്ലറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ്. ഇത് 3 HP മെഷീനാണ്. അതുപോലെ തന്നെ 3 മുതൽ നമുക്കൊരു 30 HP വരെ നമുക്ക് പെല്ലറ്റ് ഉണ്ടാക്കാനുള്ള മെഷീൻ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഫീഡിംഗ് ബോട്ടിലാണ്. പശുക്കുട്ടികൾക്കൊക്കെ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു 2.5 ലിറ്റർ വരുന്ന ഫീഡിംഗ് ബോട്ടിലാണ്. അടുത്തായിട്ട് വാട്ടർ ബൗളാണ്.